കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇഫ്താറിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ 3 അടിപൊളി സ്നാക്സ് ആണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. ഒന്നൊരു ബട്ടർ ചിക്കൻ റോളാണ്, പിന്നെ ഒരു ചിക്കൻ ബോൾ, ബീഫ് കട്ട്ലറ്റ്. ഇത് 3 ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ 3 വിഭവങ്ങളാണ്. അപ്പോൾ ആദ്യം നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ചിക്കൻ റോൾ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാൻ നോക്കുക. ഇത് നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, അത്രയും ടേസ്റ്റിയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ ഒരു ബട്ടർ ചിക്കൻ റോൾ തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ബട്ടർ ചിക്കൻ റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഏകദേശം 200 ഗ്രാമോളം ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ ചെറിയ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നല്ലതുപോലെ ക്ലീൻ ചെയ്തിട്ട് സ്ട്രെയിനറിലിട്ട് അതിൽ വെള്ളം മുഴുവൻ കളഞ്ഞിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി ചിക്കൻ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, പിന്നെ കുറച്ചൊരു 2 നുള്ളു വരെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ തൈര് ചേർക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഞാൻ 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇതെല്ലാം കൂടി ചിക്കനിലേക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനിലേക്ക് മസാലകളൊക്കെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിവിടെ അടച്ച് വെക്കാം. എന്നിട്ട് ഒരു 15 മിനിറ്റെങ്കിലും കുറഞ്ഞത് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. സമയം ഉണ്ടെങ്കിൽ അരമണിക്കൂർ വരെയൊക്കെ വെക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ്. ഇല്ലെങ്കിൽ കുറഞ്ഞത് ഒരു 15 മിനിറ്റെങ്കിലും വെച്ചിരിക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിതിവിടെ അടച്ച് വെച്ചിരിക്കുകയാണ്. ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് കുറഞ്ഞത് ഒരു 15 മിനിറ്റെങ്കിലും കഴിയുന്ന സമയത്ത് നമുക്ക് മസാല തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്തിട്ടുണ്ട്. ബട്ടർ ഒന്ന് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർക്കാം. ഇതൊരു വലിയ സവാളയാണ്. ചെറിയ സവാളയാണെങ്കിൽ 2 എണ്ണം എടുക്കാവുന്നതാണ്. അപ്പോൾ സവാള ഈ ബട്ടറിലേക്ക് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് കളറ് മാറി ഒരല്പം ഒന്ന് സോഫ്റ്റായിട്ട് വരണം. ആ ഒരു സമയത്ത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർക്കാം. സവാള ഒരുപാട് സമയമൊന്നും വഴറ്റണ്ട കേട്ടോ. കുറച്ചൊന്ന് സോഫ്റ്റായി തുടങ്ങുമ്പോൾ തന്നെ ചിക്കൻ ചേർത്തിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാളയുടെ കൂടെ ചിക്കൻ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കൂടി മുളക് പൊടി ചേർക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1.5 ടീസ്പൂൺ വരെയൊക്കെ മുളക് പൊടി ചേർക്കാവുന്നതാണ് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വരെ ഗരം മസാല പൊടിയും 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും കൂടി ചേർത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചിക്കനിലും ചേർത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് വളരെ കുറച്ച് ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിതിലേക്ക് ഒരു തക്കാളിയാണ് ചേർക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും കൂടി ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. നമ്മൾ നേരത്തെ ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ, അപ്പോൾ അതിനനുസരിച്ച് ബാക്കിയുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. തക്കാളിയും ചെറുനാരങ്ങ നീരും ഒക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിവിടെ അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇതിങ്ങനെ വേവിച്ചെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചാൽ മതി കേട്ടോ. ആ ഒരു സമയമാകുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ നല്ലതുപോലെ വെന്ത് കിട്ടും. അപ്പോൾ അത്രയും സമയം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു 10 മിനിറ്റിന് ശേഷം ഞാനിത് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ നല്ലതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ചെറിയ പീസാക്കിയതുകൊണ്ട് തന്നെ ഒരു 10 മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് കിട്ടും. ഇനി ഏറ്റവും അവസാനം ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബട്ടർ ചിക്കനിൽ ഫ്രഷ് ക്രീം ചേർക്കുമല്ലോ, അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അഥവാ ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ കുറച്ച് പാല് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പശുവിൻ പാൽ അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഏതാണെങ്കിലും കുഴപ്പമില്ല, കുറച്ച് ചേർത്താൽ മതി. ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഞാനിതിലേക്ക് 1 ടീസ്പൂൺ കസൂരി മേത്തിയും കൂടി ചേർക്കുന്നുണ്ട്. അത് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചതിന് ശേഷം ചേർക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള ബട്ടർ ചിക്കൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ബ്രെഡാണ്. ഞാൻ ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെ അതിൻ്റെ സൈഡിലുള്ള ബ്രൗൺ കളറിലുള്ള ഭാഗമൊക്കെ അങ്ങ് കട്ട് ചെയ്ത് കളയാണ്. അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഈ ബ്രെഡ് നമുക്ക്
ഒരു നേരിയതായിട്ട് പരത്തിയെടുക്കാം കേട്ടോ. വളരെ നേരിയതായിട്ട് നമുക്ക് പറ്റുന്ന അത്രയും നേരിയതായിട്ട് ബ്രെഡ് പരത്തിയെടുക്കാം. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നതാണ് ബ്രെഡ് എങ്ങനെയാണ് പരത്തിയെടുക്കാൻ പറ്റുന്നത്, പൊട്ടിപ്പോയില്ലേ എന്നൊക്കെ. ബ്രെഡ് നമ്മൾ വാങ്ങിയ അന്നത്തെ ദിവസം അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേത്തെ ദിവസമാണെങ്കിൽ നമുക്കത് പരത്തിയെടുക്കാൻ പറ്റും കേട്ടോ. നല്ല സോഫ്റ്റ് ആയിരിക്കും. 2-3 ദിവസമൊക്കെ വെച്ചിട്ട് പഴക്കമുള്ള ബ്രെഡാണെങ്കിലാണ് നമ്മൾ പരത്തുന്ന സമയത്ത് പൊട്ടിപ്പോകുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. പുതിയ ബ്രെഡ് വെച്ചിട്ടാണ് ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത്. അതായത് വാങ്ങിയ ദിവസം അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത ദിവസം അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ പൊട്ടിപ്പോവാതെ പരത്തിയെടുക്കാൻ പറ്റാറുണ്ട്. അപ്പോൾ ഞാൻ നല്ല നേരിയതായിട്ട് പരത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ ഫില്ലിങ്ങിൽ നിന്നും 1-2 ടേബിൾ സ്പൂൺ, ഞാൻ ഏകദേശം 2 ടേബിൾ സ്പൂൺ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ മൈദയും കുറച്ച് വെള്ളവും ചേർത്തിട്ടുള്ള പേസ്റ്റ് റെഡിയാക്കി വെക്കുക. അതിനുശേഷം ഈ പേസ്റ്റ് നമ്മുടെ ഈ ബ്രെഡിൻ്റെ 3 ഭാഗത്തും, ഫസ്റ്റ് ഭാഗത്ത് വേണ്ട കേട്ടോ, റോള് ചെയ്യുന്ന ഭാഗത്ത് വേണ്ട, ബാക്കി 3 ഭാഗത്തും പേസ്റ്റ് ഇതുപോലെ നന്നായിട്ട് വിരൽ വെച്ചിട്ട് പുരട്ടി കൊടുക്കുക. അതിനുശേഷം ഇത് നമുക്ക് റോൾ ചെയ്തെടുക്കാം. ആദ്യം ഇതുപോലെ ഒരു പ്രാവശ്യം മടക്കി കൊടുക്കുക. എന്നിട്ട് ആ സമയത്ത് തന്നെ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. 2 സൈഡും ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഇതങ്ങ് റോൾ ചെയ്തെടുക്കാം. എളുപ്പമാണ് കേട്ടോ, ബ്രെഡ് വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ്. ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് സ്ലോ ആയിട്ട് ചെയ്യുന്നതുകൊണ്ടാണ്, നമുക്ക് എളുപ്പത്തിൽ സ്പീഡിൽ ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഒരു റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ബ്രെഡ് വെച്ചിട്ടുള്ളത്. ഇത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ബാക്കി റോൾ മുഴുവനും ഇതുപോലെ തയ്യാറാക്കി എടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ബട്ടർ ചിക്കൻ ബ്രെഡ് റോൾ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒന്ന് മുട്ടയിലും ബ്രെഡ് ക്രംസിലും മുക്കിയെടുക്കണം. 2 മുട്ട ഞാൻ നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. മുട്ട ബീറ്റ് ചെയ്തിട്ട് ഇവിടെ മാറ്റി വെക്കുക. പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കിയ ഓരോ റോളും നമ്മൾ സാധാരണ ചിക്കൻ റോളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ആദ്യം മുട്ടയിലും അത് കഴിഞ്ഞിട്ട് ബ്രെഡ് ക്രംസിലും നല്ലതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം 2 എണ്ണം ഇതുപോലെ റെഡിയാക്കിയിട്ട് ഫ്രൈ ചെയ്യാനിടും. എന്നിട്ട് അത് ഫ്രൈ ആവുന്ന സമയം കൊണ്ട് അടുത്ത 2 എണ്ണം ഉണ്ടാക്കും. അങ്ങനെയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒന്നുകൂടി നമുക്ക് സമയം ലാഭിക്കാൻ പറ്റും. അപ്പോൾ ഇത് 2 റോൾ ഇവിടെ മുട്ടയിലും ബ്രെഡ് ക്രംസിലും മുക്കി വെച്ചിട്ടുണ്ട്. ഇതാദ്യം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എണ്ണ ഇവിടെ നല്ലതുപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ 2 റോള് ഞാൻ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഫ്രൈ ആയിട്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് വേറെ 2 എണ്ണം കൂടി ഇതുപോലെ മുട്ടയിലും ബ്രെഡ് ക്രംസിലും മുക്കി വെച്ചാൽ മതി. ഇതാണെങ്കിൽ ഒരുപാട് സമയമൊന്നും എടുക്കില്ല കേട്ടോ. ഇത് ഫ്രൈ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. 1 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 1.5 മിനിറ്റ് സമയം കൊണ്ട് ഇതിൻ്റെ 2 ഭാഗവും നമുക്ക് മൊരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. തിരിച്ചിട്ട ഭാഗം കൂടി ഒന്ന് മൊരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ ബ്രെഡ് വെച്ചിട്ടുള്ള അടിപൊളി സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ലതുപോലെ 2 ഭാഗവും മൊരിച്ചെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ ഈ ഒരു ബ്രെഡ് ഇരിക്കുക. അപ്പോൾ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ഫ്രൈ ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള ബട്ടർ ചിക്കൻ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ നല്ല സൂപ്പർ ബട്ടർ ചിക്കൻ റോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, അത്രയും രുചിയാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ചിക്കൻ ബോൾസ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സവാള ഒന്ന് വഴറ്റിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ചൂടായ പാനിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വെളുത്തുള്ളിയുടെ പേസ്റ്റും 1/2 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് 3ഉം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് സോഫ്റ്റായി മാറാൻ വേണ്ടിയിട്ട് ഒന്ന് വഴറ്റിയാൽ മതി. കുറേ സമയമൊന്നും വെച്ചിട്ട് ബ്രൗൺ ആവാനൊന്നും നിൽക്കണ്ട. നല്ലോണം ഒന്ന് സോഫ്റ്റായിട്ട് വരുന്നത് വരെ ഇതേപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. മറ്റുള്ള സാധനങ്ങളൊന്നും വഴറ്റണ്ട കേട്ടോ. ഈ ഒരു സാധനങ്ങൾ, ഈ 3 സാധനങ്ങൾ മാത്രം ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടൊന്ന് വഴറ്റുന്നതാണ്. അപ്പോൾ സവാള നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ചിക്കനാണ്. ഞാനിവിടെ ഏകദേശം 250 ഗ്രാമുള്ള ഒരു ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ്റെ ഏത് ഭാഗമാണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ എല്ലില്ലാത്ത ചിക്കൻ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഈ ചിക്കൻ നമുക്ക് ഇതേപോലെ മിക്സിയിലേക്കൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതിനുശേഷം മിക്സിയിലിട്ടിട്ട് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് പേസ്റ്റ് ആവണമെന്നില്ല, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ചിക്കൻ മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ചിക്കൻ ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്,
1/2 ടീസ്പൂൺ ഒറിഗാനോ നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുന്നതാണ്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ വരെ പപ്രിക പൗഡർ ഞാൻ ചേർക്കുന്നുണ്ട്. ഇതും ഞാൻ പറഞ്ഞ പോലെ ഓപ്ഷനിലാണ്, നിർബന്ധമൊന്നുമില്ല. മുളക് പൊടി മാത്രമേ ഉള്ളെങ്കിൽ അത് മാത്രം ചേർത്താലും മതി. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ വരെ ഗാർലിക് പൗഡർ ചേർക്കുന്നുണ്ട്. ഗാർലിക് പൗഡർ ഇല്ലെങ്കിൽ വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്താലും മതി, 1/2 ടീസ്പൂൺ പേസ്റ്റ്. നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞത്. പിന്നെ നമ്മൾ വഴറ്റി വെച്ച സവാളയും വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പേസ്റ്റും കൂടി വഴറ്റി വെച്ചത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്കൊരു മുട്ട ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടി യോജിച്ച് വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. ഞാനിവിടെ 4 ബ്രെഡ് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് മുഴുവൻ ഒരുമിച്ച് ചേർക്കണ്ട. ആദ്യം നമുക്ക് പകുതി ചേർത്തിട്ട് കുഴച്ച് നോക്കാം. എന്നിട്ട് ആവശ്യമാണെങ്കിൽ ബാക്കി കുറച്ചായിട്ട് ചേർക്കാം. ഇപ്പോൾ ഞാൻ പകുതി, അതായത് 2 ബ്രെഡിൻ്റെ ക്രംസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പോരാത്തതുകൊണ്ട് ഞാൻ വീണ്ടും കുറച്ചുകൂടി ചേർക്കുന്നുണ്ട്. കാരണം നമുക്കിത് കയ്യിൽ വെച്ചിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റണം. ആ ഒരു പാകത്തിലാകുന്നത് വരെ അത്രയും ടൈറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള ബ്രെഡ് ക്രംസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ കണ്ടില്ലേ, നല്ല ടൈറ്റായി വന്നിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഒരുപാട് അങ്ങ് ടൈറ്റ് ആവരുത് കേട്ടോ, കുറച്ച് ലൂസാവണം. എന്നാൽ നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാനും പറ്റണം. ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കേണ്ടത്. ഒരുപാട് ടൈറ്റാക്കി കഴിഞ്ഞാൽ സ്നാക്സ് കഴിക്കാൻ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാൻ പാകത്തിലുള്ള അത്രയും ഒരു ഇതിൽ കുഴച്ചെടുക്കുക. അപ്പോൾ ഏകദേശം 3 ബ്രെഡാണ് ഇതിലേക്ക് ആവശ്യമായിട്ട് വന്നിരിക്കുന്നത്. ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. ഒരു ബൗളിലേക്ക് ഞാൻ ഒരു മുട്ട കൂടി എടുത്തിട്ടുണ്ട്. ഈ മുട്ട നമുക്ക് ഇതേപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഈ മുട്ട നമുക്കിവിടെ മാറ്റി വെക്കാം. അതേപോലെ ഒരു പ്ലേറ്റിൽ കുറച്ചുകൂടി ബ്രെഡ് ക്രംസ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് മുട്ടയിൽ മുക്കിയിട്ട് ഈ ബ്രെഡ് ക്രംസിലൊന്ന് മുക്കിയെടുക്കാനുള്ളതാണ്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിൽ പുരട്ടിയതിന് ശേഷം ഇതിൽ നിന്നും കുറച്ചെടുത്ത് ചെറിയ ബോൾസ് ആക്കിയിട്ട് മാറ്റിയെടുക്കാം. ഓയിൽ പുരട്ടി കഴിഞ്ഞാൽ ഇത് ഒട്ടിപ്പിടിക്കില്ല. നന്നായിട്ട് നമുക്ക് ഇതേപോലെ ബോൾസ് ആക്കി എടുക്കാൻ ഈസിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ ചെറിയ ബോൾസാണ് ഉണ്ടാക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇതേപോലെ റെഡിയാക്കിയതിന് ശേഷം നമുക്കിതൊരു ഓയിൽ പുരട്ടിയ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. മുഴുവൻ ബോൾസും നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ബോൾസ് മുഴുവനും ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഓരോന്നായിട്ട് എടുത്ത് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയിലേക്കൊന്ന് മുക്കിയെടുക്കാം. എല്ലാ ഭാഗത്തും മുട്ടയിലൊന്ന് മുക്കിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച റൊട്ടിപ്പൊടിയിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ റൊട്ടിപ്പൊടി കൊണ്ട് ഇതിനെ നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. നമ്മളിത് കവർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഷേപ്പ് മാറിയാൽ പ്രശ്നമാക്കണ്ട. നമുക്ക് വീണ്ടും കയ്യിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി. എന്നിട്ട് വീണ്ടും ഈ ബ്രെഡ് ക്രംസിലേക്കൊന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇതേപോലെ മുഴുവനും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. മുഴുവനും ഇതേപോലെ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ വല്ലാണ്ട് ചൂടായി പോവരുത്. നമ്മൾ വേവിക്കാത്ത ചിക്കൻ വെച്ചിട്ടാണല്ലോ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് കുക്കായി വരണം. അപ്പോൾ ഇതിൻ്റെ ചൂട് കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞ് ഉൾഭാഗം വേവാതെയായി പോകും. അപ്പോൾ ചിക്കൻ ബോൾസ് ഇടുന്നതിന് മുന്നേ തന്നെ ഇത് ഒരുപാടങ്ങ് ചൂടായി പോകാൻ പാടില്ല. ലോ ഫ്ലെയിമിൽ മാത്രം വെച്ച് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമുക്കിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ചിക്കൻ ബോൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും ഒരുപാടങ്ങ് ചൂടായിട്ടില്ല, ചെറുതായിട്ട് ഇതേപോലെ തിളച്ച് വരുന്ന മാത്രമേ ഉള്ളൂ എണ്ണ. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 4 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതേപോലെ ഇട്ട ഉടനെ ഇത് ഇളക്കാനൊന്നും നിൽക്കണ്ട, ചിലപ്പോൾ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മിനിറ്റ് 1.5 മിനിറ്റൊക്കെ ആകുമ്പോൾ പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതേപോലെ ഒന്ന് പൊങ്ങി വരും. ആ സമയത്ത് പതുക്കെ നമുക്കിതങ്ങ് ഇളക്കി കൊടുക്കാം. എന്നിട്ട് തിരിച്ചു മറിച്ചിട്ട് ഇതിൻ്റെ എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 4-5 മിനിറ്റ് സമയം എടുത്തിട്ട് വേണം ഇതേപോലെ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എങ്കിൽ മാത്രമേ
ഉള്ളിലുള്ള ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ഫ്രൈ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫ്ലെയിം കൂട്ടിയിട്ട് ഇതിൻ്റെ പുറം ഭാഗം കരിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള ചിക്കനൊന്നും ഒട്ടും വെന്ത് കിട്ടില്ല. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് കുക്കായിട്ട് വരുന്നുണ്ട്. ഒരു 4-5 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മളിത് എണ്ണയിലിട്ടിട്ട്. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. നല്ലോണം എണ്ണ കളഞ്ഞതിന് ശേഷം പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് ഒട്ടും എണ്ണ കുടിക്കില്ല കേട്ടോ, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ ചിക്കൻ ബോൾസിൽ ഒട്ടും എണ്ണ കുടിക്കില്ല. അപ്പോൾ നന്നായിട്ട് എണ്ണയൊക്കെ ഇതേപോലെ വാർത്ത് കളഞ്ഞതിന് ശേഷം നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള ചിക്കൻ ബോൾസ് മുഴുവനും ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ബോൾസും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സോസ് കൂട്ടി കഴിക്കാൻ നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇനി നമ്മൾ തയ്യാറാക്കുന്നത് ബീഫ് കട്ട്ലറ്റാണ്. നമ്മൾ ബീഫ് കട്ട്ലറ്റ് സാധാരണ ഉണ്ടാക്കുന്നതാണ്, മിക്ക ആളുകൾക്ക് അറിയായിരിക്കും. എങ്കിലും ഇതൊന്ന് കണ്ടു നോക്കൂ. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബീഫ് കട്ട്ലറ്റ് റെസിപ്പിയാണ്. ആദ്യം തന്നെ നമുക്ക് കുറച്ച് ബീഫ് കഴുകിയിട്ട് പ്രഷർ കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഈ ബീഫിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ബീഫ് 300 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/4 കപ്പ് വരെ വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് നല്ലപോലെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് മുഴുവൻ ഞാൻ കട്ട്ലറ്റിന് വേണ്ടിയിട്ടല്ല, ഞാൻ ബീഫ് വേവിക്കുന്ന സമയത്ത് കുറച്ചധികം വേവിച്ച് വെക്കും. വേറെ എന്തെങ്കിലും സ്നാക്സും കൂടി ഉണ്ടാക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഇതിൻ്റെ പകുതി മാത്രമേ ഞാൻ കട്ട്ലറ്റിന് എടുക്കുള്ളൂ. അപ്പോൾ അങ്ങനെ പ്രഷർ കുക്കറിലിട്ട് നല്ലപോലെ വേവിച്ചെടുത്ത ബീഫാണിത്. അപ്പോൾ കുറച്ചൊന്ന് തണുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ബീഫ് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം 150, ഞാൻ 300 ഗ്രാം ബീഫാണല്ലോ വേവിച്ചത്, അതിൻ്റെ പകുതി 150 ഗ്രാം ബീഫ് ഉണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ നല്ലപോലെ ഉപ്പും കുരുമുളകും ഒക്കെ ചേർത്ത് വേവിച്ച് പൊടിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ ഒരു 250 ഗ്രാം ഉരുളക്കിഴങ്ങ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് പ്രഷർ കുക്കറിലിട്ടിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്തിട്ട് ഒരു വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒറ്റ വിസിൽ മാത്രമേ പാടുള്ളൂ നമ്മൾ കട്ട്ലറ്റിന് വേണ്ടിയിട്ട് വേവിക്കുന്ന സമയത്ത്. കാരണം കൂടുതൽ വെന്ത് അലിഞ്ഞു പോയാൽ നമ്മുടെ കട്ട്ലറ്റ് അത്ര നന്നായിട്ട് കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒറ്റ വിസിൽ വരുന്നത് വരെ നമുക്ക് ഉരുളക്കിഴങ്ങൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ഒരു വിസിലിന് ശേഷം ഓഫ് ചെയ്തിട്ട് ഉരുളക്കിഴങ്ങൊക്കെ പുറത്തെടുത്തൊന്ന് തണുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലി മുഴുവൻ കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഒരു ഫോർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ഒട്ടും കട്ടയില്ലാതെ ഉടച്ചെടുക്കുക. കട്ട്ലറ്റിന് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് പൊടിക്കുന്ന സമയത്ത് ഒട്ടും കട്ടയില്ലാതെ ഇരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഫോർക്ക് വെച്ചിട്ട് ഞാൻ നല്ലതുപോലെ അങ്ങ് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാം. ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലേക്ക് നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുത്ത ഒരു സവാള ചേർക്കാം. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത്, കൂടുതൽ എരിവ് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. കുറച്ച് കറിവേപ്പില പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടി നല്ല പോലെ അങ്ങ് വഴറ്റിയെടുക്കാം. ചെറുതായിട്ട് കളർ മാറി വരുന്നത് വരെ, സവാള നല്ല സോഫ്റ്റ് ആകുന്നത് വരെ വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മുടെ സവാള ഇത് നല്ല സോഫ്റ്റായി മാറിയിട്ടുണ്ട്, കളറൊക്കെ കുറച്ചൊന്ന് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ വരെ ഗരം മസാലപ്പൊടി, ഇത്രയും ചേർത്തിട്ട് അതും കൂടി നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പ് ചേർക്കാം. നമ്മൾ ഉരുളക്കിഴങ്ങിലും ബീഫിലൊക്കെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ വളരെ കുറച്ച് സവാളക്ക് മാത്രമായിട്ടുള്ള ഉപ്പ് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ വേവിച്ച് പൊടിച്ച് വെച്ച ബീഫ് ചേർക്കുക. അതുപോലെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർക്കുക. കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. ഞാനത് ചേർക്കുന്നില്ല. അപ്പോൾ എല്ലാം കൂടി നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് നമ്മൾ നല്ല പാകത്തിന് മാത്രം വേവിച്ചതുകൊണ്ട് നമ്മുടെ കട്ട്ലറ്റിൻ്റെ മിക്സിങ്ങിനെ നല്ല ഹാർഡായിട്ടിരിക്കും, കുഴഞ്ഞു പോകുമൊന്നുമില്ല. അപ്പോൾ നല്ല പോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് ഒന്ന് തണുത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം. ഞാനിതിങ്ങനെ നീളത്തിലൊന്ന് ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ കട്ട്ലറ്റിൻ്റെ ആ ഒരു ഷേപ്പിൽ വട്ടത്തിൽ വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഈ ഒരു ഷേപ്പിലാക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ മുഴുവനും ഇതുപോലെ നമുക്ക് ഉരുട്ടിയെടുക്കാം. എന്നിട്ടൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് കട്ട്ലറ്റ് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മാവ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു നുള്ളു ഉപ്പും ചേർക്കുക. അതിനുശേഷം കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ടയുടെ വെള്ളയിൽ മുക്കിയെടുക്കാം. ഞാനിന്ന് മുട്ടയുടെ വെള്ളയിലല്ല, ഇതുപോലെ ഈ ഒരു മൈദ മിക്സിലാണ് മുക്കിയെടുക്കുന്നത്. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ടൊന്ന് ലൂസാക്കി എടുക്കാം. ഒരുപാട് കട്ടി വേണ്ട, കുറച്ച് ലൂസാക്കി എടുക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ നമ്മുടെ ഈ ഒരു മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു
പാകത്തിലാക്കി എടുക്കുക. അതുകൂടാതെ നമുക്ക് വേറെയും 2-3 ടേബിൾ സ്പൂൺ മൈദ ഒരു ബൗളിലേക്ക് എടുക്കണം. പിന്നെ എടുത്തിരിക്കുന്നത് കുറച്ച് സേമിയം, വറുത്ത സേമിയ പൊടിച്ചതാണ് കേട്ടോ ഇത്. ഇതിന് പകരം നിങ്ങൾക്ക് ബ്രെഡ് ക്രംസ് എടുക്കാം, അല്ലെങ്കിൽ വലിയ സേമിയ ആണെങ്കിലും കുഴപ്പമില്ല, അത് എടുക്കാം. ഞാനിവിടെ വളരെ നേരിയ ഒരു സേമിയ വറുത്തതാണ് കേട്ടോ, അതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം, ബ്രെഡ് ക്രംസോ വലിയ സേമിയ റോസ്റ്റ് ചെയ്തതോ എന്താണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇനി നമ്മൾ റെഡിയാക്കി വെച്ച കട്ട്ലറ്റ് ഓരോന്നും എടുത്തിട്ട് ആദ്യം ഈ മൈദയിലേക്ക് നല്ലപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. നല്ലപോലെ കവർ ചെയ്തതിന് ശേഷം അധികം വരുന്ന മൈദയൊക്കെ തട്ടിക്കളയുക. എന്നിട്ട് നമ്മൾ റെഡിയാക്കി ഈ ഒരു മൈദ മാവിലേക്കും കൂടി ഇത് നന്നായിട്ടൊന്ന് മുക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന ഈ സേമിയയിലേക്ക് അതും നന്നായിട്ട് കവർ ചെയ്തെടുക്കുക. നല്ലപോലെ കവർ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. എല്ലാ ഭാഗത്തും നന്നായിട്ട് സേമിയ വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ മുഴുവൻ കട്ട്ലറ്റും ഇതുപോലെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ലപോലെ ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. മാത്രമല്ല ഇത് ഒരുപാട് വേവാനൊന്നുമില്ല. നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്ന മൈദയും സേമിയൊക്കെ ചെറുതായിട്ടൊന്ന് കുറച്ച് സമയം ഒന്ന് വേവാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് മൊരിച്ചെടുക്കാം. തിരിച്ചും മറിച്ചും ഇട്ട് എല്ലാ വശവും നല്ല പോലെ അങ്ങ് മൊരിച്ചെടുക്കാം. അങ്ങനെ 2-3 പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് നമ്മുടെ കട്ട്ലറ്റ് നല്ല പോലെ അങ്ങ് മൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. എണ്ണ മുഴുവനും വാർത്ത് കളഞ്ഞതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇതുപോലെ ബാക്കിയുള്ള കട്ട്ലറ്റ് മുഴുവനും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ബീഫ് കട്ട്ലറ്റും കൂടി ഇവിടെ ഫ്രൈ ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. നമുക്കിതിൽ നിന്നും ഒരെണ്ണം എടുത്തിട്ട് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ ഇന്നത്തെ 3 സ്നാക്സും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ, അത്രയും ടേസ്റ്റിയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്